വോളിബോൾ ടൂർണമെന്റിന് വർണ്ണാഭമായ സമാപനം. ഐസി മൂൺ ഐസ്ക്രീം, എ ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ പയ്യന്നൂർ സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച ടി ഗോവിന്ദൻ രജത ജൂബിലി അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിന് വർണ്ണാഭമായ സമാപനം. വനിതാ വിഭാഗത്തിൽ സൗത്ത് സെൻട്രൽ റെയിൽവേയും കാമ്പയിൻ യൂണിവേഴ്സിറ്റി കേരളയുമായിരുന്നു ആദ്യ ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടിയത്. ഗാലറികൾ തിങ്ങി നിറഞ്ഞ കായിക പ്രേമികളുടെ ആരവങ്ങൾക്കിടയിൽ മൂന്നാം സെറ്റിൽ തന്നെ കാമ്പയിൻ യൂണിവേഴ്സിറ്റി അന്തിമ വിജയം കരസ്ഥമാക്കി. തുടർന്ന് പുരുഷ വിഭാഗത്തിൽ ഇൻകം ടാക്സ് ചെന്നൈയും ഇന്ത്യൻ എയർഫോഴ്സും തമ്മിൽ നടന്ന തീപ്പാറുന്ന ഫൈനൽ മത്സരത്തിൽ 5 സെറ്റ് പൂർത്തിയായപ്പോൾ എയർഫോഴ്സിനെ പരാജയപ്പെടുത്തി ഇൻകം ടാക്സ് ചെന്നൈയും കപ്പിൽ മുത്തമിട്ടു. കേരളത്തിൽ മറ്റെങ്ങും കാണാൻ കഴിയാത്ത തരത്തിൽ ഗാലറികൾ നിറഞ്ഞു കവിഞ്ഞ ജനപങ്കാളിത്തമായിരുന്നു ടൂർണമെന്റിലുടനീളം കാണാൻ കഴിഞ്ഞത്. മുൻ കായിക വകുപ്പ് മന്ത്രി ഇ.പി. ജയരാജൻ മുഖ്യാതിഥിയായി. വിവിധ പുരസ്കാര ജേതാക്കളായ കെ.സി. കൃഷ്ണൻ, പി. പ്രേമചന്ദ്രൻ മാസ്റ്റർ, സി.വി. രാജു മാസ്റ്റർ എന്നിവരെയും ടൂർണമെന്റിന്റെ വിജയത്തിനായി പ്രയത്നിച്ച പ്രമുഖ വ്യക്തികളെയും വേദിയിൽ വെച്ച് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. കളി കാണാൻ സൗകര്യമൊരുക്കിയ സംഘാടക സമിതി ചെയർമാൻ ടി.എ. മധുസൂദനൻ എം.എൽ.എ ടൂർണമെന്റ് വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. വോളിബോളിനായി പയ്യന്നൂരിൽ ഒരു ഇൻഡോർ സ്റ്റേഡിയം എന്ന വോളിബോൾ പ്രേമികളുടെ സ്വപ്നം താമസിയാതെ സാക്ഷാത്കരിക്കാൻ ഏവരും ഒത്തുചേരണമെന്ന് എം.എൽ.എ ആവശ്യപ്പെട്ടു. പുരുഷ വിഭാഗത്തിൽ 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടിയവർക്ക് 2 ലക്ഷം, 1.5 ലക്ഷം എന്നിങ്ങനെ ക്യാഷ് പ്രൈസും ട്രോഫിയും, വനിതാ വിഭാഗത്തിന് യഥാക്രമം 1.5 ലക്ഷം, 1 ലക്ഷം ക്യാഷ് പ്രൈസും ട്രോഫിയും വ്യക്തിഗത സമ്മാനങ്ങളും വേദിയിൽ വെച്ച് കൈമാറി. കളിക്കളത്തിൽ ഒപ്പം ചേർന്ന വോൾ ബോയ്സ് അടക്കമുള്ളവരെയും ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. വടക്കൻ വാർത്തകൾ, പയ്യന്നൂർ ബ്യൂറോ. You will never see. My goodness gracious me. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ.